വാട്സ്ആപ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് ന്യൂഡ് ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ്. അതൊക്കെ ഞാൻ കുറേ വർഷമായിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി പഠിക്കുന്ന ആ സമയങ്ങൾ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ആണ്. അത് ഞാൻ തീരുമ്പോൾ പിന്നെ മേടിച്ച് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ പിങ്ക് നൂട്ട്സും പിന്നെ കോറൽ നൂട്ട്സ്, ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ ഷെയ്ഡ്സ്, പിന്നെ പ്രോപ്പർ നൂട്ട്സ്, ബ്രൗൺ നൂട്ട്സ്, അങ്ങനെ എല്ലാ ഒരു ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആൻഡ് അതിലും ഇന്ത്യൻ സ്കിൻ ടോൺ, ഇപ്പം എൻ്റെ വീട്ടിൽ സ്കിൻ ടോണൊക്കെ പോലെയുള്ള ആൾക്കാരുടെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്സ് ആയിരിക്കും മെജോറിറ്റി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണുക. ഞാനിത് ബെയർ ഫേസിലാണ് സ്വാച്ച് ചെയ്യുന്നത്, കാരണം ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ നമ്മൾ യൂഷ്വലി ഡെയിലി ബേസിസിലാണ് ഇടണതല്ലേ, ഓഫീസിൽ സ്കൂളിൽ പോകുന്നവർക്ക്, സ്റ്റുഡൻസിനാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡ്സ് ആണ്. മേക്കപ്പ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ചെറുതായിട്ട് കൺസീലർ മാത്രം ഇട്ട് കണ്ണെഴുതി ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഫേസ്. അപ്പം അങ്ങനത്തെ ഷെയ്ഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ ഇതിൻ്റെ സ്വാച്ചസ് ലിപ്സിലും അതുപോലെ കയ്യിലും കാണിക്കുന്നതായിരിക്കും നിങ്ങളുടെ കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ നാച്ചുറൽ ലൈറ്റിലാണ് ഇരിക്കുന്നത്, പക്ഷേ രാത്രിത്തെ ലൈറ്റിൽ വരുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി ഡാർക്ക് ആവും. ഒരു ഇതിൽ വരുമ്പോഴേക്കും ഈ ലിപ്സ്റ്റിക്സ് കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിലെ സ്വാച്ച് ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് തൊട്ട് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പോവുക. ആദ്യം നോർമൽ ആയിട്ടുള്ള ഡ്രഗ് സ്റ്റോർ ബ്രാൻഡ്സ്, അങ്ങനത്തെ ബ്രാൻഡ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടുവേർഡ്സ് ദ എൻഡ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ലക്ഷറി ഹൈ എൻഡ് ബ്രാൻഡ്സ് കാണാം. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം തന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത ബ്രാൻഡ്സ് ആണ്. ഞാൻ ബ്രാൻഡഡ് അല്ലാത്ത സാധനങ്ങളൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. എല്ലാം തന്നെ നൈക്കയിലും ആമസോണിലും അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഭയങ്കര ലോക്കൽ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഇല്ല. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന മെയ്ബിലിൻ, ലാക്മി അങ്ങനത്തെ ബ്രാൻഡ്സിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വൈറലായ ബ്രാൻഡ് ഉണ്ടല്ലോ മൈഗ്ലാം, അതും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മൈഗ്ലാമിൻ്റെ ഒരുപാട് ലിപ്സ്റ്റിക്സ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കത് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയത്. ബിക്കോസ് എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നാണ്. ആൻഡ് ഞാൻ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് അങ്ങനെ സ്കിന്നിലോ അല്ലെങ്കിൽ ലിപ്സിനോ ഒന്നും അങ്ങനെ അലർജീസോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇവരുടെ കോമ്പാക്റ്റും ഫൗണ്ടേഷനും അതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്കത് അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഈവൻ ഫോർ പീപ്പിൾ ഹു ഹാവ് സെൻസിറ്റീവ് സ്കിൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ബ്രാൻഡും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോ കണ്ടു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ മൈഗ്ലാമിൻ്റെ ലിറ്റ് മാറ്റ് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണിത്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചിട്ട് ഒരു വർഷമായി. മൈഗ്ലാമി ഞാൻ ഫസ്റ്റ് കാണിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിയത് 99 റുപ്പീസിനാണ്. ഇവരുടെ ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1 റുപ്പീസിന് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഇതിൽ കയറി ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും വി ഗെറ്റ് ലിപ്സ്റ്റിക്സ് ഫോർ ലൈക്ക് 99 റുപ്പീസ്. ഷിപ്പിംഗ് മാത്രമാണ് 99 റുപ്പീസ് വരുന്നത്. അങ്ങനെ കിട്ടിയതാണിത്. ഇതെനിക്ക് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആൻഡ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഒരു 6 to 8 hours ഒക്കെ ഇത് ഈസിലി ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഫുഡൊക്കെ കഴിച്ചാലും ഓയിലി ഫുഡ് കഴിച്ചാലും ഇത് നന്നായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്ത് ട്രാൻസ്ഫർ പ്രൂഫാണ്. ഇത് സ്മഡ്ജ് പ്രൂഫാണ്, ട്രാൻസ്ഫറിങ് ഒന്നുമില്ല. അത്യാവശ്യം നല്ലോണം സ്റ്റെയിൻ ചെയ്ത് ലാസ്റ്റ് ചെയ്തോളും. പിന്നെ ആകെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ ലൈക്ക് ഒരു 6-7 hours ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് മാത്രം ലിപ്സ്റ്റിക്ക് പോകും. ആൻഡ് ഇവിടെ ഔട്ടർ പോർഷനിൽ ഇത് ലാസ്റ്റ് ചെയ്യും, പക്ഷേ ഇന്നർ പോർഷൻസിൽ നിന്ന് ആദ്യം പോകും. അപ്പോൾ അതൊരു ഇത്തിരി വിയേർഡായിട്ട് ഇരിക്കും കാണുമ്പോൾ. അതാണ് ആകെയുള്ളൊരു ഡ്രോബാക്ക്. ഇപ്പോൾ ഓൾറെഡി ഞാനിത് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. ആൻഡ് ഹാൻഡ് സ്വാച്ച് ഇങ്ങനെയാട്ടോ. ഇതൊരു നല്ലൊരു ഡാർക്ക് ന്യൂഡ് ആണ്. കുറച്ച് കോറൽ ആ ഒരു ഷെയ്ഡായിട്ട് തോന്നും കയ്യിൽ ഇടുമ്പോഴേക്കും, പക്ഷെ ചുണ്ടിൽ വരുമ്പോഴേക്കും ഇത് അത്യാവശ്യം നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. കുറച്ചുകൂടി എന്നെക്കാളും കുറച്ചുകൂടി ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ അവർക്ക് ഇത് പെർഫെക്റ്റ് ന്യൂഡായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് കുറച്ച് പോപ്പ് ചെയ്ത് നിൽക്കും. ഒരു പ്രോപ്പർ ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ അങ്ങനെ ഒരു ഫീൽ ഇതിന് കിട്ടൂല. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട പോലെ തന്നെ ഇത് പോപ്പ് ചെയ്ത് നിൽക്കും അങ്ങനെ. ആൻഡ് നെക്സ്റ്റ് ലിപ്സ്റ്റിക് ആണ് നമ്മുടെ ലാക്മി. ഇതിൻ്റെ മാർക്കിങ്സ് എല്ലാം പോയത് ആക്ച്വലി ലാക്മി 925 MP8 റോസി സൺഡേ ആണ്. ഇതൊരു നല്ല ലൈറ്റ് പിങ്ക് ന്യൂഡ് കളറാണ്. ഇത് ഒരു പെർഫെക്റ്റ് ന്യൂഡാണ്. എൻ്റെ സ്കിൻ ടോണിൽ ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂഡാണിത്. പിങ്കിഷ് ന്യൂഡ്, ഒരു മോവ് ഷെയ്ഡാണ്.
അപ്പം ഇത് ഇങ്ങനെയായിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പെർഫെക്റ്റ് പിങ്ക് ന്യൂഡ് ഷെയ്ഡാണ്. എൻ്റെ ഒരു കോംപ്ലക്ഷനുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് നല്ലൊരു ഷെയ്ഡായിരിക്കും ഫോർ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇത് ഒരു 4 to 5 hours ഇത് നന്നായിട്ട് ലാസ്റ്റ്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല കേട്ടോ. ഇത് ട്രാൻസ്ഫർ ചെയ്യും നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇത് അത്യാവശ്യം നല്ലപോലെ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ലോങ് ലാസ്റ്റ് ചെയ്യും. ഈവൻ ഇഫ് ഇത് ട്രാൻസ്ഫർ ആയി പോയാലും ചെറുതായിട്ട് ഒരു ടിൻറ്റ്, ഒരു പിങ്ക് കളറിൻ്റെ ഒരു ടിൻറ്റ് ലിപ്സിൽ ഉണ്ടാവും, സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇത് പൗഡർ ഫോമിലായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ക്രാക്സ് ലിപ്സിൽ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ലൈൻസ് ഉള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. 9 to 5 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും. വർക്കിംഗ് വിമൻസിനും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഞാൻ ഓഫറിലാണ് മേടിച്ചത്. എനിക്ക് തോന്നുന്നു നൈക്കയിൽ ഇത് 300, 350 ആ റേഞ്ചിലൊക്കെ കിട്ടും. ആൻഡ് ഓൾസോ ഇൻ മിന്ത്രയിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോസ്മെറ്റിക്സും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഓഫറാണ്. അപ്പോൾ അതിലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ മോർ ടോപ്പ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് 799 മോർ ടോപ്പ്. ഈ ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഇതും ഞാൻ അത്യാവശ്യം ഓഫറിനാണ് മേടിച്ചത്. 400 ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡാണ്. എൻ്റെ ഒരു സ്കിൻ ടോണിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂഡ് ഷെയ്ഡാണിത്. ആൻഡ് ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഫോർമുലേഷൻ ഭയങ്കര ബട്ടറി ആയിട്ടായിരിക്കുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യും. ഞാൻ നേരത്തെ കാണിച്ച ഇതിനേക്കാളും ബെറ്റർ ആട്ടോ. ലാക്മിയുടെ 9 to 5-നേലും ഈ ഒരു ഫോമുല ഭയങ്കര അടിപൊളിയാണ്. അടുത്തത് വീണ്ടും മൈഗ്ലാമിന്റെ അൾട്ടിമേറ്റ് ലോങ് സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക്. ഇതാണ് മൈഗ്ലാമിന്റെ. ഇത് ഞാൻ ഇവരുടെ പാക്കേജിങ് കണ്ടിട്ട് മേടിച്ചാട്ടോ. ഇതും 400, 500 ആ റേഞ്ചിലാണ് വരുന്നത് ആഫ്റ്റർ ഡിസ്കൗണ്ട്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഫോക്സി UM08 ഫോക്സി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം ഒരു ഡാർക്ക് ന്യൂഡ് ഷെയ്ഡാണ്. നേരത്തെ കാണിച്ച മേബ്ലിന്റെ അത് കുറച്ചുകൂടി ലൈറ്റർ വേർഷൻ ആയിരുന്നു. ഇത് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ന്യൂഡാണ്. പക്ഷെ ദിസ് വൺ ഇസ് ലിറ്റിൽ ബിറ്റ് ഡാർക്ക്. കുറച്ച് പ്രോപ്പർ ന്യൂഡാണ്. പക്ഷെ ദിസ് വൺ ഇസ് ലൈക്ക് കുറച്ചും കൂടി ബ്രൗണിഷ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണിത്. ഇത് ഞാൻ ഇവരുടെ ഈ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള പാക്കേജിങ് കണ്ടിട്ടാണ് മേടിച്ചത്. ആൻഡ് ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഈസി ടു അപ്ലൈ ആണ്. ഇങ്ങനത്തെ ഇതിൽ വരുന്ന ഒരു പെൻ പോലെ ഇരിക്കുന്നത് കുറച്ചുകൂടി ഈസിലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗും ആണ് കേട്ടോ. ഒരു 4 to 5 hours. ഇതിൽ എല്ലാത്തിലും ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പിന്നെ കുറെ കൂടി ലോങ് ലാസ്റ്റിക് ആയിട്ട് വരുന്നത് മാക്കും ഷാർലറ്റ് ടിൽബറി അങ്ങനത്തെ ബ്രാൻഡ്സ് ആണ്. ഇതും അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി ബ്രൗണിഷ് ആയിട്ടുള്ളൊരു ന്യൂഡാണിത്. ആൻഡ് ദിസ് ഇസ് ഗുഡ് ഫോർ പീപ്പിൾ വിത്ത് കുറച്ചും കൂടിയും എന്നേക്കാളും ഡീപ്പർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണെങ്കിൽ അവർക്ക് ഇത് നല്ല ന്യൂഡ് ഷെയ്ഡായിട്ടിരിക്കും. എന്നേക്കാളും ലൈറ്റർ ആണെങ്കിൽ ഇതൊരു ബ്രൗണിഷ് കളറായിട്ടായിരിക്കും ഇവർക്ക് ഇരിക്കുക. ആൻഡ് ഇതും അത്യാവശ്യം ഒരു നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. അടുത്തതൊരു ലിപ് ഫില്ലർ ആണ് കേട്ടോ. ഇതും മൈഗ്ലാമിൻ്റെ തന്നെയാണ്. മൈഗ്ലാമിൻ്റെ ഇത് ഷെയ്ഡെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാരമൽ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണെന്ന് തോന്നുന്നത്. ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു സ്കിൻ ടോണിൽ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂഡാണ്. ആൻഡ് ന്യൂഡ് എന്ന് മാത്രമല്ല ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഓറഞ്ചിഷ് ന്യൂഡ് പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ലിപ് ഫില്ലർ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ലിപ്പ് ലൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വെച്ച് തന്നെ ഫില്ല് ചെയ്യുക. ഇത് കണ്ടോ ഒരു നല്ലൊരു ഓറഞ്ചിഷ് ന്യൂഡ് കളറാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴേക്കും ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്നേ തോന്നത്തില്ല. ലൈക്ക് ഇറ്റ് ലുക്ക് സോ നാച്ചുറൽ ആണ്. ഫോർ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു. ഇത് ഞാൻ ഓഫറിൽ 400, 500 ആ റേഞ്ചിലാണ് മേടിച്ചത്. ആൻഡ് ഒരു തിന്നായിട്ടുള്ള ഒരു ഇതാണ്, നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെയായിരിക്കുന്നത്. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഇത് തീർന്നു പോകും, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതും ലാക്മി ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു റേഞ്ചിന്റെ ആണ്. ലാക്മിന്റെ ആബ്സല്യൂട്ട് റേഞ്ച്. ഇത് പ്ലംപ് ആൻഡ് ഷൈൻ. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് ബേജ് ഷൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണിത്. ഇത് ഒരു നാച്ചുറൽ ആയിട്ട് നിങ്ങളെ ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു ന്യൂഡായിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ് ആണിത്. ഇതിങ്ങനെ ഇരിക്കുന്നത്. അധികം ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ഒന്നുമില്ല. പക്ഷെ പ്ലംപ് ചെയ്യുമെന്ന് വെച്ചാൽ പ്ലംപ് ഒന്നും ചെയ്യത്തില്ല. പ്ലംപ് ചെയ്യണമെങ്കിൽ ഫെൻറ്റി ബ്യൂട്ടിയുടെ ഒക്കെ ലിപ് ഗ്ലോസ് ഓപ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് ജസ്റ്റ് ഒന്ന് ലിപ്സ് ഷൈനി ആയിട്ട് വെക്കും, മാറ്റ് അല്ലാതെ ന്യൂഡ് ആയിട്ടുള്ള ഒരു ലിപ് ഗ്ലോസ്.
ഇത് നിങ്ങൾക്ക് ആക്ച്വലി ചുണ്ടിൽ ഒരുപാട് ക്രാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് ഇത് ഭയങ്കര നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ബിക്കോസ് ഇത് നിങ്ങളുടെ ചുണ്ടിന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും, ഡ്രൈ ആക്കില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതിന്റെ താഴെ എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിന്റെ മേളിൽ ഇത് പെയർ ചെയ്യാം. പക്ഷെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്സോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യരുത്. ബിക്കോസ് ഒന്നും കൂടി ഇത് ലിപ്സിനെ കേക്കി ആക്കും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഇതിൽ. അല്ലാതെ നോർമലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ഇറ്റ് ഇസ് ഓക്കെ. അപ്പൊ ഫൈനലി എൻ്റെ അടുത്ത് ഇനി ഒരു 3 ലിപ്സ്റ്റിക്സ് മാത്രമേ ഉള്ളൂ. ഇത് 3ഉം ഹൈ എൻഡ് ലക്ഷറി സെഗ്മെന്റിൽ വരുന്നതാണ്. 2 മാക്കും ഒരു ഷാർലറ്റ് ടിൽബറി ആണ്. അതിൽ ഫസ്റ്റ് മാക്ക് എൻ്റെ ഉള്ളത് 616 ടോപ്പ് ആണ്. ടോപ്പ് മാക്കിൽ ഒരുപാട് റേഞ്ച് ഉണ്ട്. സാറ്റിൻ, പിന്നെ എന്താ പൗഡർ മാറ്റ്, അങ്ങനെ കുറെ റേഞ്ചസ് ഉണ്ട് അവർക്ക്. അതിൽ എൻ്റെ ഉള്ളത് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ആക്ച്വലി ഇതിന്റെ ഒരു ഐറണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഡ്യൂപ്പായിട്ട് നമുക്ക് പറയാം. എന്താ മേബിലിന്റെ മോർ ടോപ്പ് ഇസ് ലൈക്ക് എ ഡ്യൂപ്പ് ഓഫ് മാക്കിന്റെ ടോപ്പ്. ഞാൻ നിങ്ങൾക്ക് സ്വോച്ചസ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ദിസ് ഇസ് മാക് ആൻഡ് ഇത് മേബിലിന്റെ മോർ ടോപ്പ് ആണ്. ഇത് രണ്ടും ഏകദേശം സെയിം ആണ്, പക്ഷെ ഇതിന്റെ ഫങ്ഷൻസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ലിപ്സിൽ യൂസ് ചെയ്യുമ്പോഴേക്കും മാക്കിന്റെ ടോപ്പ് കുറച്ചും കൂടി ലിപ്സിലെ ക്രാക്സ് ഒക്കെ ഫില്ല് ചെയ്ത് നല്ല നാച്ചുറലി ഫ്ലോലെസ് ആയിട്ട് തോന്നിക്കും. ഇത് നമ്മുടെ ലിപ്സിനെ തീരെ ഡ്രൈ ആക്കത്തില്ല, അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ട്രാൻസ്ഫർ ചെയ്യും, പക്ഷെ സ്റ്റിൽ ഇറ്റ് ഇസ് ലോങ് ലാസ്റ്റിംഗ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇത് ഒരു 4 to 5 hours ഒക്കെ ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എല്ലാ ലിപ്സ്റ്റിക്സിനെയും നിങ്ങൾക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് പൗഡർ ഡാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റ് ആവും. അപ്പോൾ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഇത് നല്ലൊരു ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് സൂട്ട് ചെയ്യും. എൻ്റെ ഒരു സ്കിൻ ടോണിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് പ്രോപ്പർ ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. അതായത് നോട്ട് ടു ബ്രൗൺ, നോട്ട് ടു പിങ്ക്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. ഓൺ എ ഡെയിലി ബേസിസ് ഒക്കെ യൂസ് ചെയ്യുന്നതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതാണ് മാക്കിന്റെ ടോപ്പ്. നെക്സ്റ്റ് വണ്ണും ഒരു മാക്കിന്റെ തന്നെയാണ്, പക്ഷെ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല. ഇത് 650 സോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്, മാക്കിന്റെ തന്നെ. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോവ് പിങ്കിഷ് ന്യൂഡാണിത്. ഇതിങ്ങനെ ഇരിക്കുന്നത് ഇതൊരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ്. ബിക്കോസ് എൻ്റെ സ്കിന്നിൽ വരുമ്പോഴേക്കും ലിപ്സ്റ്റിക് ഒരുപാട് ഇട്ട പോലെ ഫീൽ ചെയ്യുന്നില്ല. ഇനി ലാസ്റ്റ് ഒരു ലിപ്സ്റ്റിക് കൂടിയേ ഉള്ളൂ. ഇത് ഷാർലറ്റ് ടിൽബറി ആണ്. ഷാർലറ്റ് ടിൽബറിന്റെ പില്ലോ ടോക്ക് മീഡിയം ആണ് ഇത്. ഇത് ഞാൻ ഒരു 1 year ആയി യൂസ് ചെയ്യുന്നു. ഇത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇത് തീർന്നാലും ഇത് എന്തായാലും പർച്ചേസ് ചെയ്യും. ബിക്കോസ് ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ആൻഡ് എൻ്റെ ലിപ്സിൽ പൊതുവേ കുറച്ച് ക്രാക്സ് ഉണ്ട്. ഇവിടെ അധികം സൂം ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ചെറിയ 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 ക്രാക്സ് ഉണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും ആൻഡ് മാക്കും ഇതും യൂസ് ചെയ്യുമ്പോഴേക്കും ലിപ്സിനെ ഡ്രൈ ആക്കാതെ കറക്റ്റായിട്ട് ഫില്ലായി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് പില്ലോ ടോക്ക് മീഡിയം ആണ് കേട്ടോ. പില്ലോ ടോക്കിന്റെ 3 ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു, ലൈറ്റ്, മീഡിയം, ഡീപ്പ്, അങ്ങനെ. ഇതാണ് ഇപ്പൊ എൻ്റെ ഒരു സ്കിന്നിന് ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂഡാണ്. ഇതൊരു പ്രോപ്പർ ന്യൂഡാണ് ആൻഡ് കുറച്ചൊരു പിങ്കിഷ് ലുക്കും ഉണ്ട്. ഫോട്ടോസിലും ഇമേജിലും വരുമ്പോഴേക്കും ഒരു ചെറിയൊരു പിങ്ക് പോലെ ഇത് ഫീൽ ചെയ്യും. ആൻഡ് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, സ്മച്ച് പ്രൂഫും അല്ല. പക്ഷെ ഒന്ന് മാറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 to 6 hours ഒക്കെ ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഇതിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബട്ടർ പോലെയാണ് ഇരിക്കുന്നത്. മാക്കിന്റെയും നല്ല ബട്ടർ പോലെ ഇരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇതും ഇരിക്കുന്നത്. ഇതിന്റെ ഒരു ഫോമിൽ എനിക്ക് വേറെ എവിടെയും ഡ്യൂപ്പ് പോലെ എവിടെയും കിട്ടിയില്ല. ബിക്കോസ് കുറെ പേര് ഇങ്ങനെ ഷാർലറ്റ് ടിൽബറിന്റെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇടാറുണ്ട്. ബട്ട് ആ ഒരു ലിപ്സ്റ്റിക്ക് മേടിക്കുമ്പോഴും എനിക്ക് ഈ ഒരു ഫിനിഷിംഗ് ഒന്നും കിട്ടാറില്ല. ബിക്കോസ് ഐ തിങ്ക് ഇതിനെ ഡ്യൂപ്പ് ചെയ്യാൻ വേറെ ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല.
സോ ഇതാണ് എൻ്റെ ഏറ്റവും ലാസ്റ്റ് ലിപ്സ്റ്റിക്ക്. അതോടെ നമ്മുടെ ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ചസ് സെഗ്മെൻറ്റ് കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ആ ചെറിയ ബെൽ ഐക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമൻറ്റിൽ അറിയിക്കുക, ആൻഡ് ഞാനതെല്ലാം വായിക്കാറുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.